യെശയ്യാവിന്റെ പ്രവചനം 37 അധ്യായം 1 വാക്യം. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. അസീറിയൻ സൈന്യം യഹൂദയെ ആക്രമിക്കാൻ പാളയമിറങ്ങി വെല്ലുവിളിക്കുമ്പോൾ രാജാവായിരുന്ന ഹിസ്കിയാവ് എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു. എന്നാൽ തൻ്റെ വിഷമഘട്ടത്തിൽ കടന്നു ചെല്ലാൻ ഒരിടമുണ്ടായിരുന്നു. അതാണ് ദേവാലയം. യഹോവയുടെ ആലയം തൻ്റെ പിതാവ് രാജാവായിരുന്നപ്പോൾ ആരാധന നിർത്തൽ ചെയ്ത് അടച്ചിട്ടതാണ്. എന്നാൽ രാജ്യത്തിൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം ദൈവഭയമില്ലായ്മയാണെന്നറിയാമായിരുന്ന ഹിസ്കിയാവ് രാജാവായ ഉടൻ ആദ്യം ചെയ്തത് ആലയവാതിലുകൾ തുറന്ന് മന്ദിരം ശുദ്ധീകരിച്ച് ആരാധന യഥാസ്ഥാനപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തനിക്കും രാജ്യത്തിനും ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആലയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു. അനർത്ഥങ്ങൾ വരുമ്പോൾ മാത്രമല്ല ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ദൈവവുമായി നല്ല ബന്ധമുണ്ടായിരുന്നതിനാൽ ഹിസ്കിയാവിന് കൂടുതൽ ധൈര്യത്തോടെയും പ്രാഗൽഭ്യത്തോടെയും ആപത്തുവേളയിൽ ദൈവത്തോട് അടുത്തു ചെല്ലാൻ കഴിഞ്ഞു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയും രാജ്യം കണ്ട ഏറ്റവും വലിയ അത്ഭുതകരമായ വിജയം യുദ്ധം കൂടാതെ നേടുകയും ചെയ്തു. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. അവിടുന്ന് ഏത് യുദ്ധത്തിലും വിടുവിക്കുകയും വിജയം നൽകുകയും ചെയ്യുന്നവനുമാണ്. എന്നാൽ ഏതു സമയത്തും തൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. നമ്മെ വിഴുങ്ങിക്കളയാൻ അലർന്ന സിംഹമെന്ന പോലെ പിശാച് തെരഞ്ഞു നടക്കുമ്പോൾ ദൈവസന്നിധിയിൽ സുരക്ഷിതരായിരിക്കാം. എത്ര ശക്തിയോടെ ശത്രു നമുക്കെതിരെ യുദ്ധം ചെയ്താലും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമ്മെ ജയോത്സവം അണിയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.